രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഒരു കേസുണ്ടായാലും എന്തായാലും ശരി, അയാളെ പാർട്ടിയിൽ നിന്ന് വെളിയിൽ കളഞ്ഞാലും ശരി, തീർച്ചയായിട്ടും അയാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാൽ പാലക്കാടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നിന്നാൽ തീർച്ചയായിട്ടും വിജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബാംഗ്ലൂർ സ്വദേശിനിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ ഉപാധികളോടെ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തിയേക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ മാസം 27-ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു യുവതി പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത്. 14 ദിവസമായി മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയ ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇതെന്നതിനാൽ രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ വോട്ടിടാൻ എത്തിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുലിന്റെ വോട്ട്. ഹൈക്കോടതിക്ക് പിന്നാലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ രാഹുൽ വോട്ടവകാശം വിനിയോഗിക്കാൻ വരുമെന്ന് രാഹുലുമായി ബന്ധപ്പെട്ട ആളുകളും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തകരുടെ പിന്തുണയും സ്വീകാര്യതയും എത്രത്തോളം കിട്ടുമെന്ന് ഇനി കണ്ടറിയണം. ഇതിനിടെ മാങ്കൂട്ടത്തിലിനെതിരായ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനെതിരെ സർക്കാർ അപ്പീൽ പോകാനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. രാഹുലിനെ ഏത് രീതിയിലും പൂട്ടാനുള്ള ഒരു നീക്കത്തിലാണ് സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ക്ഷീണമാണ് CPM-നും സർക്കാരിനും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഉണ്ടാക്കിയത്. 14 ദിവസം ഒളിവിൽ കഴിഞ്ഞിട്ടും മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് പോലീസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് മുന്നേ തന്നെ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് വലിയൊരു നേട്ടമുണ്ടാക്കാം എന്നാണ് CPM-ഉം സർക്കാരും കരുതിയിരുന്നത്. എന്നാൽ കോടതിയുടെ ഇടപെടലോടെ അതും പാളിപ്പോയി. എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഉപാധിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നും കോടതി ഉത്തരവിലുണ്ട്. ലൈംഗിക പീഡനം ചൂണ്ടിക്കാട്ടി KPCC നേതൃത്വത്തിന് യുവതി അയച്ച ഇമെയിൽ പോലീസിന് കൈമാറിയതോടെയാണ് രാഹുലിനെതിരെ പോലീസ് രണ്ടാമത്തെ കേസെടുക്കുന്നത്. തുടർന്ന് G. പൂങ്കുഴലി IPS-ന്റെ നേതൃത്വത്തിലുള്ള സംഘം പെൺകുട്ടിയെ ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തി. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലം പ്രയോഗിച്ച രാഹുൽ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന മൊഴിയാണ് പെൺകുട്ടി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസുമായി ഓൺലൈനിൽ ബന്ധപ്പെടാൻ എല്ലാ സാഹചര്യവും സൗകര്യവും ഉണ്ടായിരിക്കെ പരാതിക്കാരി KPCC പ്രസിഡന്റിന് ഇമെയിൽ സന്ദേശം അയച്ച് പരാതി പറഞ്ഞതിൽ ദുരൂഹതയുണ്ട് എന്നാണ് രാഹുൽ വാദിച്ചത്. പരാതിയിൽ ഒരിടത്തും പരാതിക്കാരിയുടെ പേരോ പീഡനം നടന്നു എന്ന് ആരോപിക്കുന്ന തീയതിയോ സ്ഥലമോ വ്യക്തമാക്കാത്തതിൽ പരാതി രാഷ്ട്രീയ പ്രേരിതമായ ഗൂഢാലോചനയാണ് എന്ന് വ്യക്തമാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി പ്രതിഭാഗം വക്കീൽ വാദിച്ചു. 2023-ൽ ഏതോ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് പീഡനം നടന്നുവെന്നാണ് പരാതിയിലെ ആരോപണം. അവ്യക്തമായ പരാതി രാഹുലിനെതിരായ ആദ്യ കേസ് കോടതി പരിഗണിച്ച ശേഷമാണ് ഉണ്ടായത് എന്നതിൽ നിന്ന് പരാതിക്ക് പിന്നിലെ ദുരൂഹത വ്യക്തമാണ് എന്നും പ്രതിഭാഗം വാദിച്ചു. പരാതി യാഥാർത്ഥ്യമാണ് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പരാതിക്കാരി വ്യക്തമായ മൊഴി നൽകിയ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതിഗുരുതരമായ പരാതിയാണ് രാഹുലിനെതിരെ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. കാല് പിടിച്ച് തടയാൻ ശ്രമിച്ചിട്ടും രാഹുൽ അതിക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് രണ്ടാം കേസിലെ പരാതിക്കാരിയുടെ മൊഴി. പരിചയമുണ്ടായിരുന്ന രാഹുൽ ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തുകയും പിന്നീട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. വീട്ടുകാരുമായി വിവാഹം ചർച്ച ചെയ്തതിനു ശേഷം വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഔട്ട് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാഹുലിന്റെ സുഹൃത്ത് ഫെനിയാണ് കാർ ഓടിച്ചിരുന്നത്. ഔട്ട് ഹൗസിൽ എത്തിയപ്പോൾ എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് രാഹുൽ പറഞ്ഞു. ഉപദ്രവം തുടങ്ങിയപ്പോൾ കാല് പിടിച്ച് വെറുതെ വിടണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ ക്രൂരമായ ലൈംഗികാതിക്രമം നേരിട്ടു. മാനസികമായും ശാരീരികമായും തളർന്നുവെന്നും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി എന്നുമാണ് പെൺകുട്ടിയുടെ മൊഴി. രാഹുലിനെ പേടിച്ച് പരാതിപ്പെട്ടില്ല എന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഉപാധികളോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി ആ കേസ് വീണ്ടും 15-നാണ് പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർക്കെതിരായിട്ട് ഒരു അറസ്റ്റ് നീക്കം ഉണ്ടായി പോലീസ്. അത് 15-ാം തീയതി വരെ ജില്ലാ കോടതി തടഞ്ഞതായിട്ടും വാർത്ത വന്നിരിക്കുന്നു. അതുകൊണ്ട്
രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ തന്നെയാണ് സന്ദീപ് വാര്യർ എന്ന KPCC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസ് എടുത്തത്. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി അത് 15-ാം തീയതിക്ക് അതിൻ്റെ തീരുമാനം പറയും. ഏതായാലും സന്ദീപ് വാര്യർക്ക് ഒരു ആശ്വാസമായി ആ കേസിനകത്ത്. അതുകൊണ്ട് ഈ കേസുകൾ കഴിവുള്ളിടത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ സഹകരിച്ച് സെറ്റിൽമെൻറ്റിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടായി അതങ്ങ് തീർക്കുന്നതാണ് നല്ലത്. രാഹുലിനെ പോലെ അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ പോലെയൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇതുപോലെയുള്ള കേസിനകത്ത് ചെന്ന് ചാടാതെ അവർ പൊതുരംഗത്ത് തന്നെ പ്രവർത്തിച്ച് നിൽക്കണം. കാരണം പൊതുജനങ്ങൾക്ക് ധാരാളം പേര് ഇവർ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരൊക്കെ എത്ര ഇവർ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് ആരോപിച്ചാലും അവരെയൊക്കെ സ്വീകരിക്കുകയും അവരുമായിട്ട് വളരെ സ്നേഹത്തിൽ ഫീൽഡിലുള്ള ജനങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഒരു കേസുണ്ടായാലും എന്തായാലും ശരി, അയാളെ പാർട്ടിയിൽ നിന്ന് വെളിയിൽ കളഞ്ഞാലും ശരി, തീർച്ചയായിട്ടും അയാൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്നാൽ പാലക്കാടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിലൊക്കെ നിന്നാൽ തീർച്ചയായിട്ടും വിജയിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ, എല്ലാവരും സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുചേർന്നുള്ള പ്രവർത്തനങ്ങൾ, ആ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഏത് പാർട്ടിയുടെ ആൾക്കാരും ശരി യങ്സ്റ്റേഴ്സ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയ അതുകൊണ്ട് പൊതുജന പിന്തുണ നിങ്ങൾക്കുണ്ടാവും.